അത്രയും നസീഹത്തുള്ള വ്യക്തിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഉമ്മത്തിനെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹുവേ അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് വമാ അലനത് വമാ അസ്റർത് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രാർത്ഥന. കൃത്യമായിട്ട് എനിക്ക് ലഫ്ള് ഓർമ്മയില്ല. ആയിഷയ്ക്ക് അള്ളാഹുവേ അവൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും പരസ്യമായി ചെയ്തതും രഹസ്യം ചെയ്തതും ഇതൊക്കെ നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന കേട്ടിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, തല വന്നും മടി തട്ടുകയാണ്. അത്രയും സന്തോഷം, ചിരിച്ചിട്ട് അങ്ങനെ അത്രയും ആഹ്ലാദം തോന്നുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ സന്തോഷത്തിന് ആദിക്യം കണ്ടിട്ട് ഈ ഒരു പ്രാർത്ഥന നിനക്ക് ഇഷ്ടപ്പെട്ടു ആയിഷ, നീ അതിൽ സന്തോഷിക്കുകയാണോ ചോദിക്കുമ്പോൾ തീർച്ചയായും റസൂലെ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഓരോ സുജൂദിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. എന്നുവെച്ചാൽ തൻ്റെ ഉമ്മത്തിനെ എങ്ങനെ നരകത്തിന് രക്ഷപ്പെടുത്തണം, തൻ്റെ ഉമ്മത്തിന് എങ്ങനെ ഹൈർ എത്തിക്കണം, തൻ്റെ ഉമ്മത്തിന് എങ്ങനെ ഈ കാര്യം നന്മ എത്തിക്കണം, ഈ ഒരു ചിന്തയാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക, താങ്കളുടെ മുതുകിൽ നിന്നുള്ള ഭാരം. ആ ഭാരം എന്താ ഭാരം, എങ്ങനെ എൻ്റെ സമൂഹത്തിന് ഈ ഹൈർ എത്തിക്കണം എന്നുള്ള ചിന്ത. ആ ഒരു ടെൻഷനാ. ദുനിയാവ് ഉണ്ടാക്കാനുള്ളതല്ല, രാജ്യം വെട്ടിപ്പിടിക്കാനല്ല. എൻ്റെ ആളുകൾക്ക്, എൻ്റെ ഉമ്മത്തിന്, ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും എങ്ങനെ ഈ ഇസ്ലാം എത്തിക്കണം, എങ്ങനെ തൗഹീദ് എത്തിക്കണം, എങ്ങനെ സുന്നത്ത് എത്തിക്കണം, ഈ ഒരു ചിന്തയാണ്. ഇതാണ് ടെൻഷൻ, ഈ ഒരു ബേജാറാണ് എപ്പോഴും. സല്ലല്ലാഹു അലൈഹി വസല്ലം.